കിണറ്റിലെ തിരച്ചിൽ താൽക്കാലികമായി സ്കൂബ സംഘം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ സ്പോട്ടിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം. അല്പസമയം മുൻപായിരുന്നു ആ ഒരു തിരച്ചിൽ തുടങ്ങിയത്. ഏതെങ്കിലും ശരീരഭാഗങ്ങൾ, ആരുടെയെങ്കിലും ശരീരഭാഗങ്ങൾ എന്തെങ്കിലും കിട്ടുമോ എന്നായിരുന്നു നോക്കിയിരുന്നത്. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ നിൽക്കുന്ന ഈ മേഖലയിൽ, ഈ പാടത്തായിരുന്നു കുറേയധികം ശരീരഭാഗങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് തൊട്ടപ്പുറത്തെ ഷെഡിൽ നിന്നും തെറിച്ച് ഈ മേഖലയിലേക്ക് പോയ ശരീരഭാഗങ്ങളായിരുന്നു പൂർണ്ണമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ശരീരഭാഗങ്ങളുണ്ടോ എന്ന പരിശോധനയാണ് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും സ്കൂബ സംഘമൊക്കെ നടത്തിയത്. പക്ഷേ അവിടെ അങ്ങനെ ഒരു ശരീരഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന വളരെ ദുഷ്കരമാണ്. കലങ്ങിയ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്നുള്ള പരിശോധന ദുഷ്കരമാണ്. ഇപ്പോൾ പൂർണ്ണമായി ഈ മേഖലയിലെ പരിശോധന നിർത്തിയെന്ന് നമുക്ക് പറയാം. പക്ഷേ അസ്ക ലൈറ്റുകളെല്ലാം കൊണ്ടുവന്ന് വെച്ച് രാത്രിയും പരിശോധന തുടരുമെന്ന് അറിയിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രദേശത്തെ ഇനിയും ബോംബ് സ്ക്വാഡ് വരാതെ അങ്ങനെ ഒരു പരിശോധന നടത്തുന്നത് അത് ഒരു വിഡ്ഢിത്തരമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അത് അപകടകരമാണ് എന്ന തിരിച്ച് അറിവ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരിക്കുന്നു. കാരണം ഈ പോകുന്നതും മനുഷ്യജീവൻ തന്നെയാണ്. എന്തെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടായാൽ നമ്മളൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് അല്പസമയം മുൻപ് ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ ആ ഒരു സ്ഫോടനമുണ്ടായത്, വീണ്ടും തുടർ സ്ഫോടനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പോകുന്നതും ഈ നിൽക്കുന്നതും ഒക്കെ മനുഷ്യജീവൻ തന്നെയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും കണ്ടെത്താൻ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് സുരക്ഷ മുൻനിർത്തി മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഒരു പരിശോധന വേണ്ടതുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ബോംബ് സ്ക്വാഡ് അടക്കമുള്ള ആളുകൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാത്രിയും ഉറപ്പായും പരിശോധനകൾ ഈ മേഖലയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മന്ത്രി PM മുഹമ്മദ് റിയാസ് അടക്കം ഇവിടേക്ക് എത്തിച്ചേർന്ന അല്പസമയം മുൻപ് അത് തന്നെയാണ് വ്യക്തമാക്കിയത്. ഉന്മേഷ്, ശ്രീജി സുകുമാരനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.